ഇടുക്കിയിൽ അവിടെ ഡീൻ കുര്യാക്കോസ് ജോയ്സ് ജോർജ് ഇങ്ങനെ കട്ടക്കി നിൽക്കുകയാണ്. അവിടെ അത്യാവശ്യം വലിയ പോരാട്ടം നടന്ന സ്ഥലം തന്നെയാണ്. രാഹുൽ വിജയ് രാഹുൽ ഒരു കാര്യം തർക്കമില്ല, അവിടുത്തെ കാറ്റാണ് കാറ്റ്. പക്ഷെ ആ കാറ്റിന്റെ ദിശ എങ്ങാനും മാറി വീശുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് രാഹുൽ. ഹാഷ്മി, വലിയ വിജയപ്രതീക്ഷ രണ്ടുപേരും, അതായത് UDF ഉം LDF ഉം തമ്മിലുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ്. രണ്ടുപേരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ ചെറിയതല്ലാത്ത നെഞ്ചിടിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പോളിംഗ് ശതമാനത്തിലെ കുറവ് തന്നെയാണ്. 2019 സംബന്ധിച്ചിടത്തോളം 10% വോട്ടിന്റെ കുറവ് ഇടുക്കി ജില്ലയിലുണ്ടായിരുന്നു. അത് ഏത് മുന്നണിക്കാണ് ഗുണകരമാകുക, ഏത് മുന്നണിക്കാണ് ദോഷകരമാകുക എന്നുള്ളൊരു സംശയം ഇപ്പോഴുമുണ്ട്. ഈ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭൂരിപക്ഷം, കഴിഞ്ഞ തവണ 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 1.25 ലക്ഷത്തിന്റെ വോട്ട് മൊത്തം പോളിംഗിൽ കുറവ് വന്നിട്ടുണ്ട്. അത് കുറച്ചു കഴിഞ്ഞാൽ പോലും ഏകദേശം 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് ജോയ്സ് ജോർജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. കേരള കോൺഗ്രസിന്റെ ഏകദേശം 50,000-ഓളം വോട്ടുകൾ LDF മുന്നണിയിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ LDFന്റെ ക്യാമ്പും മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ രാവിലെ വോട്ടെണ്ണുമ്പോൾ കഴിഞ്ഞ 2019 കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആർക്കാണ് വിജയം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിരുന്നു. 3 റൗണ്ട് കഴിഞ്ഞപ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ ഏകദേശം 35,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജോയ്സ് ഡീൻ കുര്യാക്കോസിന് ആദ്യ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകില്ല എന്ന് അവർ ആദ്യമേ തന്നെ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി നാളെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഡീൻ കുര്യാക്കോസിന് ആദ്യഘട്ടത്തിൽ ഒരു വലിയ മുൻതൂക്കം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലും അത് പ്രചരണത്തിൽ ഒരു പരിധിവരെ പിടിക്കുന്നുണ്ട് ജോയ്സ് ജോർജ്. സ്ഥാനാർത്ഥിയും അത്യാവശ്യം വോട്ട് ഇടുക്കിയിൽ BDS വോട്ടുള്ള മണ്ഡലമാണ്. ഈ അവിടുത്തെ LDFന്റെ ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ കണക്കിൽ അവിടെ ജോയ്സ് ലീഡ് ചെയ്യുമെന്ന് തന്നെയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ ആ കണക്ക് അവതരിപ്പിച്ചപ്പോൾ ഇത് ശരിയാകുമോ എന്ന് സംസ്ഥാന നേതൃത്വം ചോദിച്ചു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിരുന്നു. എന്തായാലും അവിടെ നിൽക്കട്ടെ. അവിടെ സസ്പെൻസ് ഉണ്ട്. അവിടെ വളരെ കുറഞ്ഞു. ഏറ്റവും അധികം കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇടുക്കി. അത് ഒരു സൂചനയാണ് എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഒരുപക്ഷെ ഡീൻ അനായാസം ജയിച്ചേക്കുമെന്ന ഒരു പെർസെപ്ഷൻ ഏതാണ്ട് ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി. അതും ഈ പറയുന്നത് പോലെ 9, 9:30, 9:45, 10 മണി 10 വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.